ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി വിപ്ലവകരമായ മാറ്റങ്ങളും കർശന നിയന്ത്രണങ്ങളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമലയ്ക്ക് ഇനി പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും പുതിയ അയ്യപ്പ സംഗമങ്ങൾ നടത്തില്ല എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കി. ഇനി മുതൽ വ്യക്തികൾ നൽകുന്ന സ്പോൺസർഷിപ്പുകൾ പ്രോത്സാഹിപ്പിക്കില്ലെന്നും അവയെല്ലാം സ്ഥാപനങ്ങൾക്ക് നൽകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. അതേസമയം ശബരിമല സുരക്ഷാ ചുമതലയുള്ള ചീഫ് കോർഡിനേറ്റിംഗ് ഓഫീസറായി പി വിജയനെ നിയമിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഇന്ന് വ്യക്തമാക്കി. ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നവീകരണത്തിനാണ് ദേവസ്വം ബോർഡ് തുടക്കം കുറിക്കുന്നത്. കാണാം RDX റാപ്പ്. ശുചിത്വം, സുതാര്യത, കാര്യക്ഷമത എന്നിവയ്ക്ക് മുൻഗണന നൽകിയാകും ഇനി മുതൽ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളെന്നാണ് പ്രസിഡന്റ് കെ ജയകുമാർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ശബരിമലയിലെ പണമിടപാടുകൾ സുതാര്യമാക്കുന്നതിനായും ഭക്തജന തിരക്ക് നിയന്ത്രിക്കുന്നതിന് ഈ മണ്ഡലകാലം മുതൽ വൻ ഡിജിറ്റൽ പരിഷ്കാരങ്ങളാണ് ശബരിമലയിൽ ബോർഡ് ഒരുക്കുക. വഴിപാട്, ജീവനക്കാരുടെ ശമ്പളം അടക്കമുള്ളവ ഡിജിറ്റലൈസ് ചെയ്യാനാണ് തീരുമാനം. റൂം ബുക്കിംഗ് പൂർണ്ണമായും ഓൺലൈൻ വഴിയാക്കും. ഭക്തജന തിരക്ക് ക്രമീകരിക്കുന്നതിനായി പമ്പയിലും സന്നിധാനത്തും 450 AI ക്യാമറകൾ വിന്യസിക്കും. സന്നിധാനത്ത് നിലവിലുള്ള ഭസ്മക്കുളത്തിന് പകരമായി ബോർഡ് നേരിട്ട് പുതിയ തീർത്ഥക്കുളം സ്ഥാപിക്കും. ഗ്രീൻ കേരള മിഷനുമായി ചേർന്ന് സന്നിധാനത്ത് വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഊരാളുങ്കൽ സൊസൈറ്റി ഉന്നയിക്കുന്ന 6 കോടി രൂപയുടെ സാമ്പത്തിക വാദം ദേവസ്വം ഓഡിറ്റർ അംഗീകരിക്കുന്നില്ലെന്നും പരിപാടി കഴിഞ്ഞുപോയതിനാൽ ഇനി സ്പോൺസർഷിപ്പിന്റെ പേരിൽ തുക പിരിക്കുന്നതിന് പരിമിതിയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. RDX റാപ്പ് ന്യൂസ് മലയാളം. ശബരിമല തീർത്ഥാടനം കൂടുതൽ സുതാര്യവും കാര്യക്ഷമമാക്കുന്നതിനുമുള്ള പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് പുതിയ നടപടികളെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. കേൾക്കാം. ഒന്നുകൊണ്ടറിയണം രണ്ടിൻ്റെ ബലാബലം എന്നാണല്ലോ ഒരു തത്വം. അതുകൊണ്ട് പുതിയ സംഗമങ്ങളൊന്നും തന്നെ ഇല്ല. അയ്യപ്പന് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. അവരുടെ കണക്കനുസരിച്ച് 6 കോടി സംതിങ് ഞങ്ങൾ കൊടുക്കണം. അത് ഞങ്ങളുടെ ഓഡിറ്റർ അതൊന്നും സമ്മതിച്ചിട്ടില്ല. ഞങ്ങളുടെ കണക്കനുസരിച്ചിട്ട് കൊടുക്കേണ്ട പൈസ കൊടുക്കണമെങ്കിൽ തന്നെ ഇനിയും കുറച്ചുകൂടെ കൊടുക്കാനുണ്ട്. സ്പോൺസർഷിപ്പ് വഴിയേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ സ്പോൺസർഷിപ്പ് വഴി ഇനി നടന്നു പോയൊരു ഇവൻറ്റിന് ഇനി സ്പോൺസർഷിപ്പ് നടന്ന് പിരിക്കാൻ സാധ്യമല്ല. ഇതിനകത്ത് ഇപ്പം നമ്മുടെ ശബരിമല ഇപ്പോൾ കുറേ എല്ലായ്പ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ മാത്രമല്ല സാമൂഹ്യ ജീവിതത്തിൻ്റെയും രാഷ്ട്രീയ ജീവിതത്തിൻ്റെയും സുപ്രധാന കേന്ദ്രമായിട്ട് ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോസിറ്റീവായിട്ട് കടക്കുകയാണ് അല്ലേ? അല്ല, ഇന്നിപ്പോൾ തീരുമാനങ്ങളെയൊക്കെ ഞാൻ വളരെ പോസിറ്റീവായി തന്നെയാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ നേരത്തെ കൈക്കൊള്ളേണ്ട ചില തീരുമാനങ്ങൾ ഇതിനകത്തുണ്ട്. ഈ സ്പോൺസർമാർ എന്നുള്ള പേരിൽ ഇങ്ങനെ കുറേ ആളുകൾ എന്തിനാണ് എന്നുള്ളത്. ഇപ്പോൾ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല. ശബരിമലയ്ക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ചും ഭക്തരെ പരസ്യം കൊടുത്ത് അല്ലെങ്കിൽ ആരെങ്കിലും ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല. ശബരിമലയ്ക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള ആളുകൾക്ക് സ്പോൺസർമാർ ഇടനിലക്കാരില്ലാതെ തന്നെ ഒരു സംവിധാനം എത്ര മുമ്പേ ഏർപ്പെടുത്തേണ്ടതാണ്. അതിന് പകരം ഇടനിലക്കാരെ അവിടെ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ഈ ഒരു ഇടനിലക്കാർ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശബരിമല തീർത്ഥാടന കേന്ദ്രം, ശബരിമലയ്ക്ക് എന്താണ് ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ എന്തായാലും പ്രത്യേകിച്ച് എത്രയോ ഭക്തരുള്ള ഒരു സ്ഥലമാണ്, ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ ഇവരാലോചിക്കുന്നത് എന്താണെന്നറിയോ? സ്പോൺസർമാരായി അവിടെ വന്ന് ചേരുന്ന ആളുകൾ പലപ്പോഴും ആലോചിക്കുന്നത് ഇവിടെ സ്വർണം പൂശിയേക്കാം, അതല്ലെങ്കിൽ ഒരു പുതിയ പദ്ധതി ഇങ്ങനെ കൊണ്ടുവരും. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള കക്ഷികൾ അവിടെ ഒരു തിരുവാഭരണത്തിന് ഒന്ന് പുതുക്കിയേക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു കാണിക്ക വഞ്ചി പണിതേക്കാം. ഇതൊരു പദ്ധതിയാക്കി എടുക്കുക. ഇതാണ് ഇവരുടെ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള പിരിവാണ് പിന്നെ നടക്കുന്നത്. അവരുടെ ബിസിനസ്സാണത്. അപ്പോൾ ശബരിമല നോക്കുമ്പോൾ എന്താണ്, ശബരിമലയിൽ പുതിയ കാണിക്ക വഞ്ചി വന്നു, സ്വർണം പൂശി എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അതിനെ ഉപജീവിക്കാൻ വേണ്ടിയിട്ട് കുറേ പേരെ അങ്ങനെ ആധികാരികമായി ചുമതലപ്പെടുത്തി വിടുന്നത് മോശം സംഗതിയാണ്. ഇവരിങ്ങനെ നാടുനീളം നടന്ന് പിരിക്കും. ഇവർ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും മറ്റു പല സ്ഥലങ്ങളിലും പോയി പിരിക്കും. ഇതിനൊക്കെ പലരും കൂട്ടുനിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലേ, ഇത് തന്ത്രി അടക്കമുള്ള ആളുകൾക്കെതിരെ ആരോപണം ഉയർന്നല്ലോ. അത് കേസിൽ പ്രതിയാവുന്ന സ്ഥിതി ഉണ്ടായല്ലോ. അപ്പോൾ ഇവരെല്ലാവരും, അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമാണിമാരെല്ലാവരും ഇതിനെ എല്ലാ അർത്ഥത്തിലും ഒരു കറവ പശുവായി ശബരിമലയെ കൊണ്ടു നടക്കുന്ന സ്ഥിതി, അല്ലെങ്കിൽ അങ്ങനെ ഊറ്റാനുള്ള ഒരു സാധ്യതയായി ശബരിമലയെ അല്ലെങ്കിൽ ഈ തീർത്ഥാടന കേന്ദ്രത്തെ കാണുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ അതിന് തീർച്ചയായും അതിനൊരു അവസാനം വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സ്പോൺസർമാരെ മാറ്റിയ നടപടി എന്ന് പറയുന്നത് ഏറ്റവും മികച്ച തീരുമാനമായി തന്നെ കാണണം. ഇനി അങ്ങനെ ശബരിമലയ്ക്ക് ഇനി ഇപ്പോൾ വരുമാനമൊന്നും വരാതെ അങ്ങ് വലിയ കഷ്ടത്തിലായി പോയി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എന്തായാലും പോകാൻ പോകുന്നില്ല. ഈ സ്പോൺസർമാരെല്ലാം കൂടെ കൊണ്ടുതന്നതിൻ്റെ ഒരു വലിപ്പം എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇത് ഇവർക്ക് പുട്ടടിക്കാനുള്ള ഒരു വകയുണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് വേറൊന്നുമില്ല. പിന്നെ ചിലർ പരിഗണന കൊടുക്കുക.
കാരണം ഈ സ്പോൺസർമാരായി അവിടെയുള്ള ആളുകൾ പറയുന്നത് ഇത്രയും പൈസ ഇവിടെ കൊണ്ടുവന്ന ആളാണ് വരാൻ പോകുന്നത്, അയാൾക്ക് ദർശനത്തിന് കുറച്ച് സൗകര്യം ഒരുക്കി കേൾക്കാം, അവിടെ പ്രത്യേകിച്ചൊരു പൂജ, തന്ത്രിയെ കാണാനുള്ള സൗകര്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പരിപാടികൾ ഒപ്പിച്ചു കൊടുക്കും. ഈ പരിപാടികൾ അവസാനിക്കുക എന്നുള്ളത് എല്ലാവർക്കും തുല്യ പരിഗണന അവിടെ കിട്ടുന്ന തരത്തിലേക്ക് ആ ഒരു തീർത്ഥാടന കേന്ദ്രം മാറുക. കേരളത്തിൽ അങ്ങനെ തന്നെ വേണം പ്രവർത്തിക്കാൻ. മറ്റ് പല സംസ്ഥാനങ്ങളിലും പല വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഇത് വൻ കച്ചവട കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഇതിനേറെ ഈ പറയുന്ന എന്താണ് ഇവിടെ അയോധ്യയിലെ രാമക്ഷേത്രം വരെ കച്ചവട സ്ഥാപനമാക്കി ആണ് അവിടെ കൊണ്ടു നടക്കുന്നവർ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ വാസ്തവം. ആ അവസ്ഥ ശബരിമലയ്ക്ക് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഈ എന്താണ് ഈ വിർച്വൽ ക്യൂ എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും വിർച്വൽ ക്യൂലേക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ ക്യാമറകൾ 450 എണ്ണം സ്ഥാപിക്കാൻ പോകുന്നു. ഇത്തരം തീരുമാനങ്ങളെല്ലാം കൊള്ളാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ അയ്യപ്പ സംഗമം എന്നുള്ളത്, അയ്യപ്പന് ആവശ്യമുള്ള പരസ്യമൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേണ്ട സംഗമം വേണ്ടതില്ല എന്നുള്ള തീരുമാനവും കൊള്ളാം. പക്ഷേ അയ്യപ്പ സംഗമത്തിൻ്റെ സമയത്തും പക്ഷേ ഈ ആലോചനകളുണ്ടായിരുന്നു. കാരണം അവിടെ നിന്ന് ഈ സ്പോൺസർമാരെ മാറ്റി നിർത്താൻ ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉണ്ടായ ഈ പുകില്. അപ്പോൾ ഇവരെത്ര പവർഫുൾ ആണെന്നൊന്ന് ആലോചിച്ച് നോക്കും. അയ്യപ്പ സംഗമത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചില്ല എന്നുള്ളതിൻ്റെ കൊതിക്കുറവിൽ നിന്നാണ് ഇപ്പോൾ ഉണ്ടായ ഈ ശബരിമല പ്രശ്നം മുഴുവൻ. അപ്പോൾ അങ്ങനെ ചില തീരുമാനങ്ങൾ ഇത്തവണ കൈക്കൊണ്ടിട്ടുണ്ട്. ഈ വിവാദങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ അതേക്കുറിച്ചൊക്കെ വിശദമായി പഠിച്ചു തന്നെയായിരിക്കാം ഈ തീരുമാനങ്ങളിലേക്ക് അവരെത്തിയിട്ടുണ്ടാവുക. ആ തീരുമാനങ്ങൾ കൊള്ളാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത്ര തന്നെയുള്ളൂ നമ്മുടെ സമയം. അതായത് ഒന്ന്, ഈ ഹർഷൻ ഇപ്പോൾ പറഞ്ഞ അയോധ്യയിലെ സംഭവം, അതായത് 2-3 വർഷമായിട്ടേ മാത്രം നിലവിൽ വന്ന കേന്ദ്രത്തിലെ വളരെ പവർഫുള്ളായിട്ടുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള അമ്പലത്തിലാണ്, അതും ഇപ്പോൾ ഇത്രമാത്രം ലോകശ്രദ്ധയുള്ള ഇത്രയും വലിയൊരു മഹാക്ഷേത്രത്തിൽ നിന്നാണ് ഈ പറയുന്ന തട്ടിപ്പെല്ലാം അതിൻ്റെ അതിൽ നിന്ന് ആളുകൾ നടത്തിയത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ശബരിമല നമ്മുടെ എത്ര വർഷങ്ങളായിട്ട്, അല്ലേ, എത്ര വർഷങ്ങളായിട്ട് നമ്മുടെ ഒരു ആത്മീയ ജീവിതത്തിൻ്റെയും നമ്മുടെ ഒരു പൊതു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒക്കെ കേന്ദ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, തട്ടിപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ നമ്മുടെ പൊതുസമൂഹവും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും നമ്മുടെ അധികൃതരും വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ 10 വർഷം ഭരിച്ചിട്ടും ഈ അവസാന ഘട്ടത്തിൽ ഉണ്ടായ സംഭവങ്ങളിൽ ഈ ആളുകളെ രക്ഷപ്പെടുത്താനൊന്നും എന്തായാലും ഇടതുപക്ഷ സർക്കാരും തുനിഞ്ഞിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ വിശ്വാസികളായിട്ട് തന്നെയുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശബരിമല അതിൻ്റെ പരിശുദ്ധി കാത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതിനകത്ത് ഈ പറയുന്ന പരാത ജീവികളുണ്ടല്ലോ, ഹർഷൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ പരാത ജീവികൾ ശബരിമല ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുക, എന്നിട്ട് പുറത്തു പോയിട്ട് ഞാൻ ശബരിമലയുടെ ആളാണെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഉപജീവനം തേടുക. അങ്ങനെയുള്ള ആളുകളെ കുടഞ്ഞു കളയാനുള്ള നല്ലൊരു അവസരമായിട്ട് ഈ ദേവസ്വം ബോർഡും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ ഇതിനെ കണ്ടാൽ നല്ലത്. ഇത് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മുന്നിൽ ഒരുപാട് അവരുടെ വിശ്വാസത്തിൻ്റെ ആംഗിളിൽ നോക്കിയാൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇതിനോട് കളിക്കരുത് എന്നുള്ളതിന്. അതായത് ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റുക എന്ന ഇവർ പറയുന്ന ആചാര ലംഘനം എന്നൊക്കെ പറയുന്ന സംഗതികളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പോലും നടന്നിട്ട് വലിയ വിവാദങ്ങളുണ്ടായതിനു ശേഷം പോലും തുടർ ഭരണമാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത്. പക്ഷേ അത് വെച്ചങ്ങോട്ട് ലാഭം ഉണ്ടായി കളിയാന്ന് ചില ആളുകൾ കളിച്ച സമയത്താണ് ഇടതുപക്ഷം വീണത്. ഞാനീ പറയുന്ന സംഗതിയെ വിശ്വസിക്കുന്ന ആളല്ല, പക്ഷേ വിശ്വസിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലൊരു സാങ്കത്യമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ പരിപാലിക്കേണ്ടുന്ന, വിശുദ്ധി കാത്ത് മുന്നോട്ട് പോകേണ്ടുന്നൊരു സ്ഥലമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം. അതുതന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് നമുക്ക് ഇതില്ല. ജയകുമാർ സാറൊക്കെ വളരെ നന്നായിട്ട് കാര്യങ്ങൾ നോക്കുന്ന ആളാണ്. സർക്കാരും സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ തലപുകഞ്ഞു നിൽക്കുന്ന തിരുവിതാംകൂർ ദേവസ്വത്തിന് മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് നേരത്തെ തന്നെ അഭിപ്രായം ഉയർന്നതാണ്. കെ ജയകുമാറിനെ പോലെ ഉയർന്ന പദവികളിൽ ഇരുന്നതും വിശ്വാസ്യതയുള്ള അങ്ങനെയുള്ള ഒരാളെ സ്ഥാനത്തേക്ക് പരിഗണിച്ചതും അത്തരത്തിലൊരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ട് തന്നെയാണ്. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് ശബരിമല തീർത്ഥാടനം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കാൻ വിപുലമായ പരിഷ്കാരങ്ങൾ ഇന്ന് ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചത്. സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടും നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത് ഏറെ അഭിനന്ദനാർഹം തന്നെ. ശബരിമലയിലെ ശുചിത്വം, സുതാര്യത, കാര്യക്ഷമത എന്നീ 3 കാര്യങ്ങളിൽ ഊന്നിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതായി AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള തീരുമാനവും സ്വാഗതാർഹമാണ്. മുൻകാലങ്ങളിൽ ഉയർന്ന വിവാദങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ പരിഷ്കാരങ്ങൾ എന്ന് വ്യക്തമാണ്. പ്രഖ്യാപിച്ച മാറ്റങ്ങൾ പൂർണ്ണ തോതിൽ നടപ്പാക്കാനായാൽ ശബരിമലയിൽ ഇനി ഇത്തരമൊരു തട്ടിപ്പിന് കളമൊരുങ്ങില്ല എന്നുറപ്പിക്കാനാകും. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പുകൾ രാജ്യവ്യാപകമായി ഉയരുന്ന ഘട്ടത്തിൽ ഒരു മാതൃക സൃഷ്ടിക്കാനും ഇതിലൂടെ സംസ്ഥാനത്തിനായേക്കും.